എന്തൊരു പറഞ്ഞാലും കുഞ്ഞിരിക്കണം, മറുപടി കിട്ടുക, അല്ലെങ്കിൽ നാക്ക് തീർത്താതെ. ഞാൻ നിന്നെ കെട്ടിക്കൊണ്ടിരുന്ന കാലത്ത് ഒരുപാട് നാക്കും മൂക്കും ഊച്ചാളി ദിവസമൊക്കെ കാണിച്ചത് തന്നെ. ഇപ്പം മിണ്ടാതിരുന്നാലും കുറ്റമായിരുന്നു. രണ്ടുപേരും കൂടെ നാട്ടിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നാട്ടുകാർ അറിയില്ലേ ഇവിടെ എന്നും വഴക്ക് വയ്യാവലിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം തുടങ്ങും എൻ്റെ എല്ലാം വിറ്റില്ലേ, വിറ്റ് തൊലച്ചില്ലേ. വിറ്റ് തുറച്ചതുകൊണ്ടല്ലേ ഞാനാണ് വിറ്റ് തൊലച്ചത്. നിന്നെ കെട്ടിക്കൊണ്ടുവന്ന കാലത്ത് നിനക്ക് കാശ്മീർ കാണണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടേ, പഞ്ചാബിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടേ, മദ്രാസ് കാണണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടേ. ഇതിനെല്ലാം ചെലവില്ലേ. അപ്പോഴെല്ലാം നീ സന്തോഷത്തോടു കൂടി എല്ലാം ഊരി തന്നു. ആ ചേട്ടാ വിറ്റോളി, നമ്മൾക്ക് തന്നെയല്ലേ, സന്തോഷത്തിന് തന്നെയല്ലോ. കുറെ കഴിഞ്ഞപ്പോഴും ഗർഭിണിയായി, ആദ്യത്തെ പ്രസവത്തോടു കൂടി അപ്പോൾ കുറെ ചെലവ് വന്നപ്പോഴും അപ്പോഴും ഊരി തന്നു. ചേട്ടാ കൊണ്ടുപോയി വിൽക്കുക ചേട്ടാ, നമ്മുടെ ആവശ്യത്തിനല്ലേ, കാര്യങ്ങൾ നടക്കട്ടെ എന്ന്. എനിക്ക് നിനക്ക് തിരിച്ചു വാങ്ങിക്കാൻ പറ്റിയതുമില്ല. വാ തുറന്നാൽ വിറ്റ് തൊലച്ചു എന്നുള്ള പരാതി. ഇത് കേട്ട് കേട്ട് മടുത്തിട്ടാണ് മിണ്ടാതിരിക്കും. കേരളത്തിലെ 95% ഭർത്താക്കന്മാരും പെട്ട ഒരു കഥയാണ്. എല്ലാം സന്തോഷമായിട്ട് ഊരിത്തരും. ആണുങ്ങൾ വിചാരിക്കും സന്തോഷം കൊണ്ടാണ്, എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയും ചെയ്യും. അവസാനം ചാവുന്നത് വരെ ഈ വിറ്റ് തൊലച്ച പരാതി കേൾക്കുന്നത് ഭർത്താക്കന്മാർ. ചേട്ടന് സങ്കടമായ ഞാൻ വായിൽ പറഞ്ഞുണ്ടെങ്കിൽ വിളിച്ചോറെന്നുള്ള അവരോട് അത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിഷമിക്കുന്നതല്ല, ഇത് ഒരുപാട് ആണുങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയാണ്. പല സാഹചര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് വിൽക്കേണ്ടി വരും. പക്ഷെ അവസാനം വരെ, മരണം വരെ അവൻ ആ പരാതി കേട്ടോണ്ടിരിക്കും. ഇപ്പൊ ഇത്രയും സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത്? ഇനി പറയൂലേ? പറയും, വിറ്റേ കൊണ്ടല്ലേ പറയണം. പട്ടിയുടെ വാല് 12 വർഷം കുഴലിട്ടിട്ടാലും അത് വളഞ്ഞേയിരിക്കും.